ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച വിധിക്കെതിരെ പുനഃപരിശോധന നൽകാൻ കേന്ദ്ര സർക്കാർ ആലോചന. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതിനായി നീക്കങ്ങൾ ആരംഭിച്ചു. അതേസമയം ഗവർണർ ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് മാറ്റിവെച്ചാൽ രാഷ്ട്രപതി സുപ്രീംകോടതിയുടെ അഭിപ്രായം തേടേണ്ടതാണെന്ന് തമിഴ്നാട് കേസിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, ഇത് പലപ്പോഴും ഒരു സംസ്ഥാനത്തിന് മേൽ ഗവർണർക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്ന ഒരു വിഷയമായിരുന്നു. അത് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുമായിരുന്നു. ഇപ്പോൾ അതിനെതിരെ അതിനെ തടയിടാൻ ഏത് രീതിയിൽ തിരിച്ച് വീണ്ടും ഒരു നടപടിക്കാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആലോചിക്കുന്നത്? അതെ ശ്രീജ, പ്രതീക്ഷിച്ചിരുന്നതാണ് അത്തരമൊരു നീക്കം. ഏതായാലും ആ നടപടികൾ ഇപ്പോൾ കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആരംഭിച്ചിരിക്കുകയാണ്. കാരണം തമിഴ്നാട് കേസിന്റെ ഗവർണർക്കെതിരായ സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിലാണ് ഇത്തരത്തിൽ സമയപരിധി നിശ്ചയിച്ചത്. അത് പിന്നീട് ഉത്തരവ് വന്നപ്പോൾ ഗവർണർക്ക് മാത്രമല്ല രാഷ്ട്രപതിക്കും 3 മാസം സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് ഈ രണ്ടംഗ ബെഞ്ച് JB പർഡിവാല ഒപ്പം തന്നെ R മഹാദേവൻ എന്നിവർ അടങ്ങിയ ബെഞ്ചിന്റെ 415 പേജുള്ള ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഇതാണ് ഇപ്പോൾ പ്രധാനമായും ചോദ്യം ചെയ്യുന്നത്. കേന്ദ്രം ഏതായാലും ഉന്നയിക്കുന്നത് കേന്ദ്രത്തിന്റെ വാദം വിശദമായി കേട്ടില്ല എന്ന ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു പുനഃപരിശോധന ഹർജി ഇതേ ബെഞ്ചിൽ തന്നെ നൽകാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ കേന്ദ്രം ആലോചിക്കുന്നു. അതിനുള്ള നടപടികൾ തുടങ്ങുകയും ചെയ്തിട്ടുള്ളത്. മാത്രവുമല്ല, കേന്ദ്രം ഉന്നയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വാദം ഒന്ന്, ഭരണഘടനയിൽ എവിടെയും സമയപരിധി പറയുന്നില്ല. പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 201 രാഷ്ട്രപതിക്ക് ഇത്തരം ബില്ലിന് മേലുള്ള തീരുമാനം എടുക്കാൻ അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ്. പക്ഷെ അതിലെവിടെയും ഈ 3 മാസം എന്ന സമയപരിധി പറയുന്നില്ല. അപ്പോൾ ഭരണഘടനാ ഭേദഗതി എന്നുള്ളത് ഒരിക്കലും കോടതിയുടെ പരിഗണനയിൽ വരുന്ന അല്ലെങ്കിൽ കോടതിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. മറിച്ച് അത് നിയമനിർമ്മാണ സഭകൾ ചെയ്യേണ്ടതാണ്. പാർലമെന്റ് അടക്കം നിയമസഭകൾ അടക്കം ചെയ്യേണ്ട കാര്യമാണ്. അതിലെങ്ങനെ കോടതിക്ക് ഇടപെടാൻ കഴിയുമെന്ന വാദമാണ് കേന്ദ്രം ഉന്നയിക്കുന്നത്. ഏതായാലും ഇന്നലെ കേരള ഗവർണർ അടക്കമുള്ളവർ സമാനമായ വാദമാണ് ഉന്നയിച്ചത്. അത് അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യമാണ് കോടതി പരിഗണിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കേന്ദ്രം പുനഃപരിശോധന ഹർജി നൽകാൻ ആലോചിക്കുന്നത്. വരും ദിവസം തന്നെ ഈ അവധികൾക്ക് ശേഷം തന്നെ ഈ ഹർജി ഫയൽ ചെയ്യുന്ന നടപടി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും ഇന്നലെ തന്നെ ഗവർണറുടെ നടപടിക്കെതിരെ കേരളത്തിലടക്കം വലിയ വിമർശനം, പ്രതികരണത്തിന് വലിയ വിമർശനമൊക്കെ തന്നെ വന്നിരുന്നു. ഭരണ പ്രതിപക്ഷ കക്ഷികൾ തന്നെ വിമർശനം വരികയും ചെയ്തിരുന്നു. ഏതായാലും തമിഴ്നാട് സർക്കാരാകട്ടെ മറുവശത്ത് ഇത് നിയമമാക്കി, ഗവർണറുടെ അനുമതിയില്ലെങ്കിലും ഇത് നിയമമാക്കി നടപ്പാക്കുകയും ചെയ്തിരിക്കുന്ന പ്രത്യേകത കൂടി ഉണ്ട്. ഏതായാലും ഈ രണ്ടംഗ ബെഞ്ച് വീണ്ടും ഈ പുനഃപരിശോധന ഹർജിയുമായി കേന്ദ്രം സമീപിക്കുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ ബെഞ്ച് തന്നെയാണ് ഈ 415 പേജുള്ള വിശദമായ ഉത്തരവ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഇത് പുനഃപരിശോധന ഹർജി അംഗീകരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഒരുപക്ഷെ ഇത് തള്ളിക്കളയാം, അല്ലെങ്കിൽ വിശദമായ ചർച്ചകൾക്ക് അല്ലെങ്കിൽ പരിഗണനയ്ക്കായി ഭരണഘടനാ ബെഞ്ചിന് വിടാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും ഈ രണ്ടംഗ ബെഞ്ച് തന്നെയാണ് പുനഃപരിശോധന ഹർജിയും പരിഗണിക്കുന്നത്. സാധാരണഗതിയിൽ അത് തന്നെയാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഈ 415 പേജുള്ള ഉത്തരവിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതിനാണ് ഇപ്പോൾ ഗവർണർ ഇത്തരത്തിൽ ബില്ല് മാറ്റിവെക്കുകയാണെങ്കിൽ അതിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം എന്നുകൂടി വ്യക്തമാക്കിയിരിക്കുന്നത്. ശ്രീജ, രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്.